ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാൻ CPM. കോടതി കാര്യങ്ങളെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. സുപ്രീം കോടതിയിലെ പരാമർശത്തിൽ KM മാണിയുടെ പേരില്ല. മാധ്യമ വാർത്തകളിൽ ദുരുദ്ദേശമുണ്ടെന്നും വിജയരാഘവൻ. LDFിലെ പ്രധാന ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് M എന്ന് വിജയരാഘവൻ. പരസ്പര ബഹുമാനത്തോടെയാണ് ഘടകകക്ഷികൾ പ്രവർത്തിക്കുന്നത്. ആശയക്കുഴപ്പത്തിനാണ് മാധ്യമ ശ്രമമെന്നും വിജയരാഘവൻ. KM മാണി ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണെന്നും വിജയരാഘവൻ. ബാർക്കോഴയിലെ അന്വേഷണത്തിൽ KM മാണിക്ക് വ്യക്തിപരമായ ബന്ധമില്ല. UDFിനെ തള്ളിപ്പറഞ്ഞാണ് ജോസ് കെ മാണി വന്നതെന്നും വിജയരാഘവൻ. കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും പരസ്യമാക്കാതെ കേരള കോൺഗ്രസ് M നിലപാട് LDFിനെ അറിയിച്ചതായി ജോസ് കെ മാണി. KM മാണിയെക്കുറിച്ച് പാർട്ടിക്കും പൊതുസമൂഹത്തിനും ബോധ്യമുണ്ടെന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. CPM നിലപാട് പിന്തുണച്ച ജോസ് കെ മാണിയെ ചോദ്യം ചെയ്ത നേതാക്കൾ. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം. അഭിഭാഷകന്റെ നിലപാട് എന്ന CPM വ്യാഖ്യാനം തൃപ്തികരമെന്ന് ജോസ്. അങ്ങനെ മാത്രം കരുതാനാകുമോ എന്ന് നേതാക്കൾ. മാണിക്കെതിരായ പഴയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ CPM തയ്യാറാണോ എന്ന് VD സതീശൻ. നിയമസഭയിൽ CPM MLA മാർ തടഞ്ഞത് KM മാണിയെ മാത്രമാണ്. മാണിയുടെ വീട്ടിൽ വോട്ടെണ്ണൽ യന്ത്രമുണ്ടെന്ന് പറഞ്ഞത് CPM നേതാക്കളാണെന്നും VD സതീശൻ. KM മാണിയോടുള്ള വിരോധം CPM ഇപ്പോഴും കൊണ്ടു നടക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. അഴിമതിക്കാരനെന്ന് അഭിഭാഷകനെ കൊണ്ട് സുപ്രീം കോടതിയിൽ പറയിപ്പിച്ചു. മാണിയെ വീണ്ടും ക്രൂശിക്കാനാണ് CPM നീക്കം എന്നും ചെന്നിത്തല. ജോസ് കെ മാണി നിലപാട് തുറന്നു പറയാൻ തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല. ഇടതുപക്ഷം സമരം ചെയ്തത് സർക്കാരിനെതിരെ അല്ലായിരുന്നു. KM മാണിക്കെതിരെ മാത്രമായിരുന്നു അന്നത്തെ സമരമെന്നും ചെന്നിത്തല. നിയമസഭാ കയ്യാങ്കളി കേസിൽ സർക്കാർ നാണം കെട്ട സമീപനം സ്വീകരിച്ചു എന്നും K. മുരളീധരൻ. അവകാശങ്ങളല്ല, അവകാശ ധ്വംസനമാണ് നടന്നത്. മൗലിക അവകാശം ലംഘിച്ചവർക്കെതിരെ കേസെടുക്കണം. UDF ശക്തമായ നിലപാട് തുടരുമെന്നും മുരളീധരൻ. മാണി സാർ കള്ളനെന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ താൽപ്പര്യമുണ്ടെന്ന് K. മുരളീധരൻ. സ്പീക്കറുടെ കസേര വലിച്ചെറിയുന്നതാണോ MLAയുടെ മൗലിക അവകാശമെന്നും മുരളീധരൻ. ആത്മാഭിമാനമുണ്ടെങ്കിൽ ജോസ് കെ മാണി നിലപാട് തുറന്നു പറയണമെന്ന് KC ജോസഫ്. മറ്റാരാണെങ്കിലും ബജറ്റ് അവതരിപ്പിച്ചാൽ അംഗീകരിക്കാം എന്നായിരുന്നു അന്ന് ഇടതുപക്ഷം നിലപാടെടുത്തതെന്നും ജോസഫ്. ഇടതുപക്ഷ മുന്നണിയിൽ അപമാനിതനായി തുടരണമെന്ന് ജോസ് കെ മാണി ആലോചിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. KM മാണി അഴിമതിക്കാരനല്ല. ജോസ് ഗ്രൂപ്പ് ഇത്തരം വങ്കത്തരം അനുവദിക്കരുതെന്നും കുഞ്ഞാലിക്കുട്ടി. KM മാണി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി P. രാജീവ്. ആരുടെയും പേര് പരാമർശിച്ചിരുന്നില്ല. സമരം UDF സർക്കാരിനെതിരെയാണ് നടത്തിയതെന്നും രാജീവ്. ഒന്നുകിൽ അപ്പൻ കള്ളനാണെന്ന് പറയാൻ ജോസ് കെ മാണി തയ്യാറാകണം, അല്ലെങ്കിൽ ഇടതു മുന്നണിയെ തള്ളിപ്പറയണമെന്ന് കേരള ജനപക്ഷം നേതാവ് PC ജോർജ്. കോഴമാണി എന്നാണ് KM മാണിയെ സംബോധന ചെയ്തത്. മാണി അഴിമതിക്കാരനാണെന്നാണ് തന്റെ നിലപാടെന്നും PC ജോർജ്. ഭീകരാന്തരീക്ഷമാണ് നിയമസഭയിൽ ഉണ്ടായെന്നും PC ജോർജ്. ആലോചിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് കയ്യാങ്കളി ഉണ്ടായത്. മാണി അഴിമതിക്കാരനായതിനാൽ ബജറ്റ് അനുവദിക്കില്ല എന്നതായിരുന്നു LDF നിലപാടെന്നും ജോർജ്. KM മാണി അഴിമതിക്കാരനാണെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞതായി അറിയില്ലെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി A. റഹീം. ബാർക്കോഴ സമരം മാണിക്കെതിരെ മാത്രമായിരുന്നില്ല, UDFിനെതിരെ കൂടിയുള്ള സമരമായിരുന്നു. സാഹചര്യം ആവശ്യപ്പെട്ട സമരമായിരുന്നു അതെന്നും റഹീം. സർക്കാരിന് നേരും നെറിയുമില്ല എന്നതിന്റെ തെളിവാണ് KM മാണിയെ കുറിച്ച് നൽകിയ സത്യവാങ്മൂലമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജോസ് കെ മാണിക്ക് മനസാക്ഷിയുണ്ടെങ്കിൽ എങ്ങനെ LDFിൽ തുടരാനാകും? കാണ്ടാമൃഗത്തിൻ്റേത് പോലെയുള്ള കരുത്തുമായി വന്ന EP ജയരാജൻ അടക്കമുള്ളവർ നടത്തിയ പേക്കൂത്ത് മലയാളികളെ നാണം കെടുത്തിയെന്നും സുരേന്ദ്രൻ. സംസ്ഥാന സർക്കാരിന്റെ ഹണിമൂൺ കാലാവധി തീരുന്നു എന്ന് K. സുരേന്ദ്രൻ. സന്തോഷത്തോടെ മധുവിധു ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല. ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങൾ സർക്കാർ നേരിടേണ്ടി വന്നു. നിയമസഭയെ കളങ്കപ്പെടുത്തിയ ജനപ്രതിനിധികൾ പലരും ഇന്ന് മന്ത്രിമാരാണെന്നും സുരേന്ദ്രൻ.
കൊട്ടേഷൻകാരെയും കള്ളക്കടത്തുകാരെയും നിയന്ത്രിക്കുന്നവരായി CPM മാറിയെന്ന് കെ സുരേന്ദ്രൻ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമം. പീഡന കേസുകൾ ഒതുക്കാൻ മന്ത്രിമാരടക്കം ഇടപെടുകയാണ്. CPM പ്രാദേശിക നേതാക്കൾ കോവിഡ് വാക്സിനേഷൻ അട്ടിമറിക്കുകയാണെന്നും സുരേന്ദ്രൻ. കുറ്റ്യാടി MLA കുഞ്ഞഹമ്മദ് കുട്ടിയെ തരം താഴ്ത്തി. ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നടപടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. പരസ്യ പ്രതിഷേധം തടയാൻ നടപടി സ്വീകരിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കം. ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും നടക്കും. സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ ചർച്ചയാകും. വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയെയും തീരുമാനിക്കും. ഇന്ന് തുടങ്ങാനിരിക്കുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം മാറ്റിവെച്ചത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇടപെടലിനെ തുടർന്നെന്ന സൂചന. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഹൈദരലി തങ്ങളുടെ അഭാവത്തിൽ യോഗം വിളിച്ചു ചേർക്കാനായിരുന്നു ഒരു വിഭാഗത്തിന് നീക്കം. ആദ്യം അനുമതി നൽകിയെങ്കിലും പിന്നീട് നീട്ടിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന ഭാരവാഹി യോഗം കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് പരാജയമാണ് അജണ്ടയെങ്കിലും കോഴ കുഴൽപ്പണ വിവാദങ്ങൾ ചർച്ചയ്ക്ക്. തെരഞ്ഞെടുപ്പിന് ശേഷം ഓൺലൈൻ അല്ലാതെ സംസ്ഥാന ഭാരവാഹി യോഗം ആദ്യം. ശോഭാ സുരേന്ദ്രനും യോഗത്തിൽ. കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഒരു വിഭാഗം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജി വേണം. പ്രവർത്തകർക്ക് നിലവിലുള്ള നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും യോഗത്തിൽ വിമർശനം. കൊടകര കുഴൽപ്പണ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പോലീസ് വീണ്ടും നോട്ടീസ് നൽകും. ഇന്ന് തൃശൂരിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തില്ലെന്ന് സുരേന്ദ്രൻ. ഈ മാസം 13-ാം തീയതി വരെ അസൗകര്യമുണ്ടെന്ന് സുരേന്ദ്രൻ. മുട്ടിൽ മരമുറി കേസിൽ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് കൈമാറിയതിൽ അസ്വാഭാവികതയില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അന്വേഷണം സമഗ്രമായി നടക്കുന്നതിനാലാണ് റിപ്പോർട്ട് കൈമാറിയത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും മന്ത്രി. PS ശ്രീധരൻ പിള്ളയെ ഗോവ ഗവർണറായി നിയമിച്ചു. ഹരിബാബു കമ്പപ്പട്ടിയാണ് പുതിയ മിസോറാം ഗവർണർ. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി താവർചന്ദ് ഗെലോട്ടിനെ കർണാടക ഗവർണറായി നിയമിച്ചു. ഹരിയാന, ത്രിപുര, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും പുതിയ ഗവർണർമാർ. കേന്ദ്ര സർക്കാർ തീരുമാനം മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി. KPCC അധ്യക്ഷൻ K സുധാകരൻ നല്ല മുച്ചീട്ട് കളിക്കാരനെന്ന് മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു. സുധാകരൻ കള്ളത്തോക്ക് ഉപയോഗിച്ചിരുന്ന കാര്യം നേരത്തെ പോലീസിൽ അറിയിച്ചിരുന്നു. താൻ മദ്യപാനിയാണെന്ന ആരോപണം തിരുത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രശാന്ത് ബാബു. സുധാകരൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെ തെളിവ് മമ്പറം ദിവാകരന്റെ കയ്യിലുണ്ടെന്നും പ്രശാന്ത് ബാബു. തനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ 22 കേസിൽ പെടുത്തിയ ആളാണ് സുധാകരനെന്നും പ്രശാന്ത് ബാബു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി അർജുൻ ആയങ്കിയെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യൽ പൂർത്തിയാകാത്തതിനാൽ കൂടുതൽ ദിവസം കസ്റ്റംസ് കസ്റ്റഡി നീട്ടിച്ചോദിക്കും. TP വധക്കേസിലെ പ്രതികൾക്ക് സ്വർണ്ണക്കടത്തിലുള്ള പങ്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അർജുനിൽ നിന്ന് തേടേണ്ടതുണ്ടെന്ന് കസ്റ്റംസ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കടത്താൻ ശ്രമിച്ച സ്വർണം പിടിച്ചു. 2 കിലോയിലധികം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതമാണ് പിടികൂടിയത്. മലപ്പുറം കടങ്ങുത്ത് സ്വദേശി റഷീദ് കസ്റ്റഡിയിൽ. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസിൽ സ്വപ്ന സുരേഷ് നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 16-ലേക്ക് മാറ്റി. സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചത് NIA രജിസ്റ്റർ ചെയ്ത കേസിൽ UAPA നിലനിൽക്കില്ലെന്നും തെളിവില്ലാതെയാണ് തനിക്കെതിരെ UAPA ചുമത്തിയിരിക്കുന്നതെന്നും സ്വപ്ന. കേരളം കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിലാണെന്ന് PC ജോർജ്. കൊട്ടേഷൻ സംഘങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൃഷ്ടികളാണ്. മുഖ്യമന്ത്രി പാവങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണമെന്നും ജോർജ്. ചാരക്കേസിൽ മറിയം റഷീദിയെ അറസ്റ്റ് ചെയ്തത് IB ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന RB ശ്രീകുമാർ പറഞ്ഞിട്ടെന്ന് സിബി മാത്യൂസ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചാരവൃത്തി നടന്നതിന് തെളിവുണ്ടെന്നും സിബി മാത്യൂസ്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകളുടെ കാര്യത്തിൽ ഇന്ന് ഒരുപക്ഷേ തീരുമാനമുണ്ടായേക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിലാകും തീരുമാനം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറവുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകും.
ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ 6 ജില്ലകളിലെ യോഗം ചേർന്നു. രോഗവ്യാപന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പരിശോധനകൾ പരമാവധി കൂട്ടണമെന്ന് മന്ത്രി. ക്വാറന്റൈനും കോൺടാക്ട് ട്രേസിംഗും ശക്തമാക്കണമെന്ന് വീണ ജോർജ്. വീട്ടിൽ സൗകര്യമില്ലാത്തവരെ DCCകളിലേക്ക് മാറ്റേണ്ടതാണെന്നും ആരോഗ്യമന്ത്രി. DCCകളും CFLTCകളും ശക്തിപ്പെടുത്തണം. അനുബന്ധ രോഗമുള്ളവരെ കോവിഡ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കണം. ഇതോടൊപ്പം അവബോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്നും മന്ത്രിയുടെ നിർദ്ദേശം. കോവിഡ് മരണക്കണക്ക് സംബന്ധിച്ച സർക്കാർ നിലപാടിൽ യോജിപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2 തരംഗങ്ങളിലെയും മരണക്കണക്ക് പുനഃപരിശോധിക്കണം. കൃത്യമായി മരണം രേഖപ്പെടുത്തണമെന്നും സതീശൻ. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ കേന്ദ്ര സംഘം കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സംഘം സന്ദർശനം നടത്തി. തൃക്കോവിൽ വട്ടം, മുഖത്തല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും സന്ദർശിച്ചു. കൂടുതൽ നിയന്ത്രണങ്ങൾ എന്തൊക്കെയെന്ന് സംഘം നിർദ്ദേശിച്ചേക്കും. രാജ്യത്ത് ഇന്ന് 111 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് പ്രതിദിന കണക്ക്. പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത് 34,703 പേർക്ക്. ചികിത്സയിലിരിക്കുന്ന രോഗികളുടെ എണ്ണം 4.6 ലക്ഷമായി കുറഞ്ഞു. രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 97.17. നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെ കടയടപ്പ് സമരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഉപവസിച്ചു. കടകളുണ്ടായിരുന്ന സ്റ്റോക്ക് വിൽക്കാൻ കഴിയാത്ത വിധം ഉപയോഗശൂന്യമായി എന്ന് വ്യാപാരികൾ. കടവും വാടക ബാധ്യതയും ഒക്കെയായി പലരും ആത്മഹത്യയുടെ വക്കിൽ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള ഇടത് MPമാരുടെ അപേക്ഷ അഡ്മിനിസ്ട്രേഷൻ തള്ളി. സന്ദർശനത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്ന് അഡ്മിനിസ്ട്രേറ്റർ. ഫീസ് അടച്ചില്ലെന്നും സ്പോൺസറുടെ കത്ത് ഹാജരാക്കിയില്ലെന്നും വിശദീകരണം. MPമാർ ദ്വീപിലെത്തി ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കോവിഡ് പടരുന്നതിന് ഇടയാക്കുമെന്ന് ലക്ഷദ്വീപ് കളക്ടർ അസ്ഗർ അലി. ദ്വീപ് സന്ദർശനത്തിന് ആവശ്യമായ രേഖകൾ അപേക്ഷയ്ക്കൊപ്പം നൽകിയില്ല. സന്ദർശനം ദ്വീപിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെന്നും കളക്ടർ. പുതിയ വ്യവസായ പദ്ധതി കേരളത്തിന് പുറത്ത് നടപ്പാക്കാനുള്ള ചർച്ചകൾ സജീവമാക്കാൻ ഉറച്ച കിറ്റെക്സ് ഗ്രൂപ്പ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മന്ത്രിതല സമിതിയുടെ തീരുമാനങ്ങൾ അനുകൂലമല്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നീക്കം. കേരളത്തിലെ സംരംഭം പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സാബു M. ജേക്കബ്. കൊല്ലം കുണ്ടറയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കുണ്ടറ കരിക്കുഴി സ്വദേശി ജോൺ പോളാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. കുമ്പളം സ്വദേശി ആഷിക്ക് പോലീസ് കസ്റ്റഡിയിൽ. എറണാകുളം കുന്നുംപുറം സ്വദേശി കൃഷ്ണകുമാറിൻ്റേത് കൊലപാതകമെന്ന് പോലീസ്. പോലീസുകാരൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. മറ്റ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കൃഷ്ണകുമാറിനെ ഇന്ന് രാവിലെ ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന. മുക്കം പോലീസിന്റെ മൂക്കിന് താഴെ പീഡന ശ്രമം. 5 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാതെ പോലീസ്. പരാതി പിൻവലിപ്പിക്കാൻ ഭീഷണിയെന്ന് വീട്ടമ്മ. പ്രതിയെ പിടികൂടാത്തത് മുക്കം പോലീസ് സ്റ്റേഷനടുത്ത് മകനോടൊപ്പം താമസിക്കുന്ന വിധവയായ വീട്ടമ്മയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ. സംഭവം നടന്നത് കഴിഞ്ഞ മാസം 30-ന്. അന്ന് തന്നെ വീട്ടമ്മ മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. മണാശ്ശേരി സ്വദേശി സജീവനെതിരെ കേസെടുത്തെങ്കിലും അറസ്റ്റ് വൈകുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. അമ്പലപ്പുഴയിലെ UDF തോൽവിയിൽ ആലപ്പുഴയിലെ കോൺഗ്രസിൽ അച്ചടക്ക നടപടി. നഗരസഭാ മുൻ ചെയർമാനും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ ഇല്ലിക്കൽ കുഞ്ഞുമോനെ നഗരസഭാ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി റീഗോ രാജുവിനെ തെരഞ്ഞെടുത്തു. കൊച്ചി നാവിക ആസ്ഥാനത്ത് സുരക്ഷാ ജീവനക്കാരൻ വെടിയേറ്റ് മരിച്ച നിലയിൽ. വാത്തുരുത്തിയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തുഷാർ അത്രിയാണ് മരിച്ചത്. UP അലിഗഡ് സ്വദേശിയാണ് തുഷാർ അത്രി. സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് പോലീസ്. കൊല്ലം വിസ്മയ കേസിൽ പ്രതി കിരൺകുമാർ കൊല്ലം ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഹർജി പിന്നീട് പരിഗണിക്കും. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളിയിരുന്നു.
ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്ന കേസിൽ വനംവകുപ്പ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പുനലൂർ വനം കോടതിയിലാണ് റിപ്പോർട്ട് നൽകുക. പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. പാടത്തായി പീഡനക്കേസിൽ സ്കൂൾ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട്. കേസ് അന്വേഷിക്കുന്നത് കോസ്റ്റൽ IG ജയരാജന്റെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PK രത്നകുമാറും സംഘവും. കൊല്ലത്ത് ഭിന്നശേഷിക്കാരനായ പമ്പ് ജീവനക്കാരന് ക്രൂരമർദ്ദനം. ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു പമ്പിലേക്ക് വന്നവർ മർദ്ദിച്ചതെന്ന് സിദ്ദിഖിന് ഒരു കൈക്കും കാലിനും സ്വാധീനമില്ല. ഇരവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. തിരുവനന്തപുരം ജില്ലയിൽ പേട്ടയിൽ AG's ഓഫീസ് ജീവനക്കാരനെയും കുടുംബത്തെയും ആക്രമിച്ച പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതികളായ രാകേഷ്, പ്രവീൺ, ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച അഭിജിത്ത്, ഷിജു എന്നിവരെയാണ് പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതികളുടെ തെളിവെടുപ്പ് ഉടൻ പൂർത്തിയാക്കുമെന്ന് പോലീസ്. കൊട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ വീണ്ടും ആനക്കുട്ടി ചരിഞ്ഞു. അർജുൻ എന്ന ആനക്കുട്ടിയാണ് ഹെർപ്പസ് വൈറസ് ബാധയെ തുടർന്ന് ചരിഞ്ഞത്. ആന പുനരധിവാസ കേന്ദ്രത്തിൽ ഒരാഴ്ചക്കിടെ ചരിയുന്ന രണ്ടാമത്തെ ആനക്കുട്ടിയാണ് അർജുൻ ശ്രീകുട്ടി എന്ന ആന കഴിഞ്ഞ 29-നാണ് ചരിഞ്ഞത്. മൂന്ന് ആനക്കുട്ടികളിൽ കൂടി രോഗലക്ഷണമുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. രോഗമുക്തി വളരെ കുറവാണെന്നത് ആശങ്കയായി തുടരുന്നു. മറ്റാനകളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും വനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ജമ്മു കശ്മീരിൽ. മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. 4 ദിവസത്തെ സന്ദർശനത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് രഞ്ജന ദേശായിയും ഉണ്ടാകും. മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഉത്തർപ്രദേശിലെ മഥുര പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ നിലപാട് അറിയിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന് കോടതി കഴിഞ്ഞ തവണ ഉത്തരവിട്ടിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് കാപ്പന്റെ ആവശ്യം. സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തം. മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംഘടനകൾ. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന സ്റ്റാൻ സ്വാമിക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്ന് ആരോപണം. ഭീമ കൊറേഗാവ് കേസിൽ വിചാരണ കാത്തു കഴിഞ്ഞിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകനും പുരോഹിതനുമായ ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചത് ഇന്നലെ. മുംബൈ ബാന്ദ്ര ഹോളി ഫാമിലി ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വാമിയെ NIA അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്ക് നീക്കി ജർമ്മനി. ഇന്ത്യയ്ക്ക് പുറമെ UK, റഷ്യ, പോർച്ചുഗൽ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിലക്കും നീക്കി. എന്നാൽ ക്വാറന്റൈനും കോവിഡ് ടെസ്റ്റും അടക്കമുള്ള നിബന്ധനകളിൽ ഇളവില്ല. റഷ്യയിൽ 28 യാത്രക്കാരുമായി പോയ വിമാനം കാണാതായി. ലാൻഡിങ്ങിനിടെ വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടമായി. പെട്രോപ്ലോവോസ്കിൽ നിന്ന് പലാനിയയിലേക്ക് പോയ വിമാനമാണ് കാണാതായത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പഞ്ചാബ് കോൺഗ്രസിൽ പോരുമുറുകുന്നതിനിടെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഡൽഹിയിൽ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തർക്കപരിഹാരത്തിന് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. KPCC പുനഃസംഘടനയുടെ 2ാം ഘട്ട ചർച്ചകൾ ഡൽഹിയിൽ. KPCC അധ്യക്ഷൻ K സുധാകരൻ ഹൈക്കമാൻഡുമായി പുനഃസംഘടനാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തും. DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിലും പ്രായപരിധി മാനദണ്ഡം ബാധകം ആകേണ്ടതില്ലെന്ന് സംസ്ഥാന നേതാക്കൾക്കിടയിൽ ധാരണ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവന് 80 രൂപ കൂടി 35,520 വ്യാപാരം. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 4,440. ഫഹദ് ഫാസിൽ ചിത്രം മാലിക്കിന് ട്രെയിലർ പുറത്തിറക്കി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിമിഷ സജയനാണ് നായിക. ജോജു ജോർജും വിനയ് ഫോർട്ടും ചിത്രത്തിന്റെ മറ്റ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കും. എന്റെ അനിയന് വേണ്ടിയിട്ടാണ് സുലൈമാൻ അത് ചെയ്തത്. ഈ റമദാ പള്ളിക്കാരുടെ സാറിന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങ് കൊണ്ടുപോകും സാർ. ഈ പള്ളിയിൽ നിസ്കരിക്കാൻ എത്തുന്നവരുള്ളിടത്തോളം കാലം അവർ കലിക്ക് ഒന്ന് തൊടാൻ പോലും പറ്റില്ല. എല്ലാം മതിയാക്കി ഹജ്ജിന് പോകാൻ തീരുമാനിച്ച മനുഷ്യനാണ്. ഇനി അങ്ങയുടെ പേരിൽ ഇവിടെ ആരും വെട്ടിച്ചാവണ്ട. 5 പേരോ നിസ്കാരം മുടക്കാത്തവനാ സുലൈമാൻ.
കോട്ടയം പുതുപ്പള്ളിയിൽ KSRTC ബസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ഡ്രൈവർ ഉൾപ്പെടെ 9 പേർക്ക് പരിക്ക്. കോട്ടയം പുതുപ്പള്ളി റൂട്ടിൽ കന്നുകുഴി വളവിലാണ് അപകടം. മല്ലപ്പള്ളിയിൽ നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊട്ടാരക്കര പുത്തൂർ മൈലംകുളത്ത് വാഹനാപകടം. സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. മരിച്ചത് പൂയപ്പള്ളി സ്വദേശിനി വത്സല. ബന്ധുവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ എതിരെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു. പെട്രോൾ വില 100 കടന്നതിൽ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാന കമ്മിറ്റിയുടെ പഠനോപകരണ ക്യാമ്പയിൻ തുടരുന്നു. നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന ക്യാമ്പയിന്റെ കുന്നമംഗലം ഏരിയാതല ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി KM സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. രാത്രിയിൽ ഭക്ഷണമില്ലാതെ ദുരിതമനുഭവിക്കുന്നവർക്ക് അന്നം നൽകി ഒരു കൂട്ടം ഡ്രൈവർമാർ. കേരള ഡ്രൈവർ ഫ്രീക്കേഴ്സ് എന്ന സൗഹൃദ കൂട്ടായ്മയാണ് 2 മാസമായി ഭക്ഷണം വിതരണം ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രിയാണ് ഭക്ഷണവും വെള്ളവും നൽകുക. ഇടുക്കി ചിന്നക്കരാലിൽ ആദിവാസികളെ വനംവകുപ്പ് കുടിയിറക്കാൻ നീക്കം നടത്തുന്നതായി ആരോപണം. സിങ്ക് കണ്ടത്തിന് സമീപം 301 കോളനിയിൽ വനപാലക സംഘം ആദിവാസി കുടുംബത്തിന് ഷെഡ് പൊളിച്ചു നീക്കി. മലയോര വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് സ്ഥലം പതിച്ചു നൽകുന്നതുവരെ ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കാൻ പാടില്ലെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് നടപടി. ജലവിഭവ മന്ത്രിയുടെ നാട്ടിൽ വെള്ളം കുടിമുട്ടിച്ച് വാട്ടർ അതോറിറ്റി. ഇടുക്കി രാജകുമാരി മേഖലയിലാണ് ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. 1000-ഓളം കുടുംബങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ആശ്രയിച്ചിരുന്ന കുടിവെള്ള പദ്ധതിയാണ് ഒരാഴ്ചയായി നിലച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ജീവിതം വഴിമുട്ടി 3 കുട്ടികൾ. തൊടുപുഴ പന്നിമറ്റം സ്വദേശികളായ സാനിയയും സബിനും സോണിയയുമാണ് മുന്നോട്ട് ഇനി എന്തെന്നറിയാതെ കഴിയുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ ഇപ്പോൾ അമ്മുമ്മയുടെ സംരക്ഷണയിലാണ് ഉള്ളത്. പ്രതിസന്ധി കാലത്ത് വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും സാന്ത്വനമേകി കോഴിക്കോട് മുക്കം ഓർഫനേജ് ഗേൾസ് ഹൈസ്കൂൾ. ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നത് 20 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ. സ്മാർട്ട് ഫോൺ വിതരണോദ്ഘാടനം തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കൂട്ടുകാർക്ക് സഹായം തേടി നടനും MLAയുമായ മുകേഷിനെ വിളിച്ച ഒറ്റപ്പാലം സ്വദേശി വിഷ്ണുവിന് ആശ്വസിക്കാം. വിഷ്ണു പഠിക്കുന്ന വാണിയംകുളം TRK സ്കൂളിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അധ്യാപകരും മാനേജ്മെന്റും സ്മാർട്ട് ഫോൺ വാങ്ങി നൽകും. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ലഭ്യമാക്കുമെന്ന് അധികൃതർ. കോവിഡ് പ്രതിരോധ വാക്സിൻ എടുക്കാത്ത യുവാവിന് ഹരിയാനയിൽ നിന്നും വാക്സിൻ സ്വീകരിച്ചതായി മെസ്സേജ്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ സ്വദേശി സുനേഷ് ജോസഫാണ് മെസ്സേജ് എത്തിയത്. രഹസ്യ വിവരങ്ങൾ ആരോ ചോർത്തിയതായി ജോസഫ്. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഈ വർഷം മാത്രം രജിസ്റ്റർ ചെയ്തത് 76 കേസുകൾ. ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണുകൾ ദുരുപയോഗം ചെയ്യുന്നതായും റിപ്പോർട്ട്. മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ വീഡിയോ ഒരുക്കി വളാഞ്ചേരി പോലീസ് സേന. തൃശൂർ റൂറൽ ക്രൈം ബ്രാഞ്ച് SP SI മുഹമ്മദ് ഷാഫി എഴുതിയ കവിതയെ ആസ്പദമാക്കിയാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഓർത്തുന്നു കരഞ്ഞിടുവാൻ ആകില്ലെനിക്കൻ ഉണ്ണിക്കരികിലായിരുന്നൊരാ നെറ്റിയിൽ മുത്തം കൊടുത്തിടാൻ ആകില്ലെനിക്കൻ ഉണ്ണിക്കരികിലായിരുന്നൊരാ നെറ്റിയിൽ മുത്തം കൊടുത്തിടാൻ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.